കുവൈത്തിലും ബഹ്റൈനിലുമായി വൻതോതിലുള്ള ആക്രമണമാണ് ഇറാൻ നടത്തിയിട്ടുള്ളത്. കുവൈത്തിൽ എയർപോർട്ടും അതുപോലെ യുഎസിന്റെ ബേസ് ഒക്കെ അടിച്ചു പൊളിച്ചതായിട്ടുള്ള ഇൻഫർമേഷൻസും അതിന്റെ ഒക്കെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ കാണാം. അതുപോലെ ബഹ്റൈനിലാണെങ്കിൽ ബഹ്റൈനിലെ യുഎസിന്റെ 5th ഫ്ലീറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് അടിച്ചു തകർത്തതായിട്ടുള്ള ഇൻഫർമേഷൻസ് പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് അതും കൂടി പരിശോധിക്കാം. അതിനു മുൻപായി ഇതിന്റെ റീസൺ എന്താണ്, ഇറാൻ എന്തിനാണ് ഇങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്? അതിന് രണ്ട് പ്രധാനമായിട്ടുള്ള റീസൺ ആണുള്ളത്. ഒന്നാമത്തേത്, the American enemy targeted an IRGC communication tower in the southern of Qasem Island with its aerial projectiles. അതായത് അമേരിക്കൻ എനിമീസ് എന്ത് ചെയ്തിട്ടുണ്ട്, IRGCയുടെ കമ്മ്യൂണിക്കേഷൻ ടവേഴ്സ്, അതായത് കേഷം ഐലൻഡിലെ സൗത്തിലുള്ള IRGCന്റെ കമ്മ്യൂണിക്കേഷൻ ടവേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, the tension escalated as US fire on tanker heading for Iran's Kurg Island. അതായത് ഇറാന്റെ കോർഗ് ഐലൻഡിലേക്ക് ഹെഡ് പോയിക്കൊണ്ടിരിക്കുന്ന ടാങ്കേഴ്സിന് നേരെ US ഫയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ വിഷ്വൽസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കത് കാണാം. കണ്ടില്ലേ? അപ്പോൾ ഈ രണ്ട് റീസൺസ് ആണ് മെയിൻ ആയിട്ട് ഇറാൻ ഇപ്പോൾ കുവൈത്തിനെയും അതുപോലെ ഈ ബഹ്റൈനെയും അറ്റാക്ക് ചെയ്യാനുള്ള കാരണം. ഈ ബഹ്റൈനെയും കുവൈത്തിനെയും എന്തിനാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്? ഈ കുവൈത്തിലെയും അതുപോലെ ബഹ്റൈനിലുമുള്ള US ബേസിൽ നിന്നാണ് ഈ അറ്റാക്സ് ഒക്കെ നടന്നിട്ടുള്ളത് എന്നാണ് ഇറാൻ പറയുന്നത്. അതുകൊണ്ടാണ് കുവൈത്തിനെയും ബഹ്റൈനെയും ഇറാൻ ടാർഗറ്റ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ യുഎസിന്റെ ഒരു പാട്രിയോട്ട് മിസൈൽ ഇന്റർസെപ്റ്റർ ഉണ്ട്. അത് ഫെയിൽ ആവുന്നതും അതിനുശേഷം അത് ഇറാൻ തകർക്കുന്നതുമായിട്ടുള്ള വിഷ്വൽസ് കാണാം. അതായത് കുവൈത്തിൽ നിന്നും ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു US പാട്രിയോട്ട് ഇന്റർസെപ്റ്റ് മിസൈൽ ഉണ്ട്. അത് ഫെയിൽ ആവുന്ന ദൃശ്യം ആദ്യം കാണാം. കണ്ടില്ലേ? അത് ഫെയിലായി. പിന്നീട് ഒരു ദൃശ്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് കാണാം ആദ്യം.